ഷോക്കിംഗ് എവിഡൻസ് ഉള്ള എഫ്ഐആർ ഇന്ത്യയിൽ ഒരു പോലീസ് സൂപ്രണ്ടും ഒരു മുഖ്യമന്ത്രിക്കും ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടാവില്ല. ഹോറിഫൈങ് റിയാലിറ്റി. കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതണ്ട. രക്ഷപ്പെടാൻ ഒരു പഴുതുണ്ടാകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നരേന്ദ്ര ഷെട്ടിയെ അറസ്റ്റ് ചെയ്തില്ല? ക്ഷമിക്കണം, ഞാൻ തെല്ല് വൈകിപ്പോയി. പക്ഷേ അറസ്റ്റ് ചെയ്താലും നമുക്ക് അയാളെ എന്ത് ചെയ്യാൻ കഴിയും സാർ? ഒന്നും ചെയ്യാൻ കഴിയില്ല. നാളെ കോടതിയുടെ മുമ്പിൽ ഇവ ഓരോന്നും കടങ്കഥകളാൽ ആക്കി തീർക്കും. രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ക്രിമിനൽ ലോയേഴ്സ് ഷെട്ടിക്ക് വേണ്ടി കളത്തിലിറങ്ങും. ഉത്തമ ബോധ്യത്തോടെ ഞാൻ എഴുതിയ ഈ പൂർണ്ണ സത്യങ്ങളെ അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാക്കി മാറ്റിമറിക്കാൻ കഴിവുള്ള വക്കീലിന് നിമിഷങ്ങൾ മതി. ശിവറാമിന്റെ മൊഴിയും കസ്റ്റഡിയിലുള്ള ചക്രപാണിയും ബഷീറും അയാൾക്കെതിരായുള്ള തെളിവുകളല്ലേ? പട്ടാള കോടതി കോർട്ട് മാർഷൽ കഴിച്ച് രാജ്യദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ശിവറാമിന്റെ മൊഴികൾക്ക് സിവിൽ കോടതിയിൽ എന്ത് വിലയാണ് ഉണ്ടാവുക സർ? ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന മിലിറ്ററി ലേബലും പേറി നിൽക്കുന്ന അവനെ ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ചതിന് ഞാൻ കുറ്റവാളിയാകും. എനിക്ക് കൂട്ടുന്നതിന് അങ്ങ് രാജ്യദ്രോഹിയാവും, രാജിവെക്കേണ്ടി വരും. പിന്നെ എന്താ ഇനി ചെയ്യുക? പിന്നെ കസ്റ്റഡിയിലുള്ള ചക്രപാണിയും ബഷീറും കോടതിയിൽ മൊഴി മാറ്റി പറയില്ലെന്ന് എന്താണ് സർ ഉറപ്പ്? ഒരു ലേത്ത് ഫാക്ടറിയിൽ നിന്ന് കണ്ടെടുത്ത ഈ മെറ്റാലിക് പീസ് AK-47 സ്പെയർ പാർട്ടാണെന്ന് സംശയരഹിതമായി നമുക്കെങ്ങനെ കോടതിയിൽ തെളിയിക്കാൻ കഴിയും? കാരണം പിടിച്ചെടുത്ത പാർട്സ് ഗവൺമെന്റ് അംഗീകൃത എക്സ്പോർട്ട് ലൈസൻസോടെ സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നവയാണ്. അവിടെ ആവാം തോക്കുകൾ അസംബിൾ ചെയ്യുന്നു. ഞങ്ങൾ പിടിച്ചെടുത്ത ഈ ചെറിയ കഷ്ണങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്പെയർ പാർട്ടുകളൊക്കെ ഇന്ത്യയിൽ തന്നെയാണോ നിർമ്മിക്കപ്പെടുന്നത്, അതോ മറ്റേതെങ്കിലും രാജ്യത്താണോ? ഷെട്ടിയും ബ്രിഗേഡിയർ ബർവയും മാത്രമാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? സെൻട്രൽ ആഫ്രിക്കയിൽ നിർമ്മിക്കപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ആ ഡ്യൂപ്ലിക്കേറ്റ് മെഷീൻ ഗണ്ണുകളാണോ 100 കോടി ഭാരതീയരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പാവപ്പെട്ട ഇന്ത്യൻ ജവാന്റെ കയ്യിൽ മടങ്ങിയെത്തുന്നത്? 36 മണിക്കൂർ ഇന്ത്യൻ സേനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്ത നമ്മുടെ പ്രധാന ശത്രുവിനോട് ഏറ്റുമുട്ടി ആണ്ടുതോറും മരിച്ചു വീഴുന്ന ഇന്ത്യൻ സേനയുടെ അംഗസംഖ്യ എത്രയാണെന്ന് സാറിനറിയൂ? അത് ചില പരിഷ്കൃത യൂറോപ്യൻ രാജ്യങ്ങളുടെ ടോട്ടൽ മിലിറ്ററിക്ക് തുല്യമാണ്. രാജ്യരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കാൻ ഒരു സാധാരണ ജില്ലാ പോലീസ് സൂപ്രണ്ടായ എനിക്ക് അധികാരമില്ല. കേസിന്റെ ഫുൾ ഡീറ്റെയിൽസും പ്രതികളെയും സെൻട്രൽ ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യാൻ. എന്തിന്? കൊള്ളാവുന്ന ഒരൊറ്റ കേസെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ അവരിതുവരെ? കിഴക്കോട്ടേക്ക് വെടിവെച്ചാൽ പടിഞ്ഞാറോട്ട് പോകുന്ന പീരങ്കി കേസ് എന്തായി? അതൊക്കെ എന്തോ ആവട്ടെ, നമ്മള് മലയാളികളാടോ. രാജ്യത്തെ ഒറ്റക്കൊടുക്കുന്ന ഒരിടപാടിനും നമുക്ക് കൂട്ടുനിൽക്കാനാവൂല. അവിടെ ഭരണകക്ഷിയില്ല, പ്രതിപക്ഷവുമില്ല. അതിനാരും ഒട്ട് സമ്മതിക്കുകയില്ല. തന്നെ പോലെ ആത്മാർത്ഥതയും വിശ്വസ്തതയുമുള്ള ഒരു ഓഫീസർക്ക് മാത്രമേ ഈ കേസ് തെളിയിക്കാൻ കഴിയൂ. എന്ത് നിയമ തടസ്സമുണ്ടായാലും നീ തന്നെ ഈ കേസ് അന്വേഷിക്കണം. സർ, ഇതിൽ ആത്മാർത്ഥതയുടെയും വിശ്വാസത്തിന്റെയും എലമെന്റ്സ് ഇല്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ കുറ്റവാളികളെ പിടികൂടി രാജ്യത്തിന് സമർപ്പിക്കാനുള്ള കടമ എനിക്കുണ്ട്. പക്ഷെ ഒരു പോലീസുകാരനായ എന്റെയും വെറും ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായ സാറിന്റെയും അധികാരങ്ങൾക്ക് പരിധികളുണ്ട്. അത് നമ്മൾ ലംഘിച്ചുകൂടാ. ഞാൻ എന്തായാലും ചെയ്യേണ്ടത്? An immediate and ultimate official action. Contact the Honorable President of India. Welcome, sir. Captain Naresh Yadav. Welcome to the BSS. Thank you, sir. Yes, please come. Thank you, Mr. Mohammed. You're welcome. Thank you.
ഇന്ന് തന്നെ മടങ്ങാണല്ലേ? ഇല്ല, മടക്കം നിന്നെ കൂടാതില്ല. വെയിൽ വെയിറ്റ്. നമ്മൾ ഒരുമിച്ച് തന്നെ മടങ്ങും. ഓക്കെ? സാബ്, ടൈം ഹോ ഗയാ, ചലിയേ. मोहम्मद, गिरिधर बरुआ. Yes, Brigadier Giridhar Barua. No, he's trapped. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. We are helpless. Come on. Come on, fix me a drink. Cheers. Come on, have this. Come on, pass the volume. That's it. That. Come on, fix me a drink, man. Anybody wants a drink? तुमको चाहिए क्या? Here. Come on, make it fast, man. What's holding you? Come on, girl. Call the ambulance. चलो चलो जल्दी.
अरे कौन हो तुम? എന്തോ നിന്റെ അമ്മയുടെ രണ്ടാം കെട്ടിയോൻ മിണ്ടായിരടാ അവിടെ. अरे stop the vehicle! ചത്തിട്ടില്ല നീ, വെറും 10 മിനിറ്റ് മയക്കം, അതിനപ്പുറം വീര്യം മറ്റവനില്ല. ഭയപ്പെടണ്ട, ഇവിടെ നീ സുരക്ഷിതനാണ്. ആയുധമേന്തിയ കരിമ്പൂച്ചകളുടെയും വെളുമ്പൂച്ചകളുടെയും ഒന്നും അകമ്പടി ഇല്ല നിനക്ക്. പകരം കണ്ണന്റെ ലോകം ഗോകുലമാക്കി മാറ്റിയ കറുപ്പും വെളുപ്പും കലർന്ന മിണ്ടാപ്രാണികൾ. ഇവരുടെ സാന്നിധ്യത്തിൽ നിന്റെ നാവിൽ നിന്നും കുറെ സത്യാക്ഷരങ്ങൾ എനിക്ക് കേൾക്കണം. അത് ഞാൻ നിന്നെ കൊണ്ട് പറയിക്കും. ये कौन सा जगह है? നിന്റെ മാൻ की जगह है. നിർത്തറ പോരട്ടെ നിന്റെ ബീഹാർ ഹിന്ദി. I can't follow your bloody language. मुझे अभी छोड़ा तो तुम्हारा जीवन बच जाएगा. नहीं तो സാറേ ഈ നായിന്റെ മോനെ കൊണ്ട് ഞാൻ പറയിക്കാം മലയാളം. വേണ്ട, മനഃപൂർവ്വം മറന്ന മാതൃഭാഷയും വംശമുറയും ഓർക്കണമെങ്കിൽ അത് തന്നെ വേണം. പണിക്കർ സാറിന്റെ തെക്കൻ കളരിമുറ, മർമ്മസ്ഥാനം, ത്രിശങ്ക് പുഷ്പം കൊടുക്ക്. ഗിരിധരൻ ബെറുവ എന്ന ഗിരീഷ് ഭാസ്കർ മങ്ങാട്ടുശ്ശേരിൽ, വീട് തൃത്താല. പഴയകാല ബീഹാറി MP MK ബെറുവയുടെ അരിവെപ്പുകാരൻ ഭാസ്കരന്റെ ഭാര്യ അംബുജത്തിന് ബീഹാറി ബാബു കനിഞ്ഞു നൽകിയ ജന്മദാനം. ഇപ്പോ ബ്രിഗേഡിയർ ഗിരിധർ ബെറുവ സ്കോട്ട്ലൻഡ് യാർഡിനെയും CIA-യും ഇസ്രായേലിലെ മൊസാദിനെയും പഴയ ഇറാനിലെ സാവക്കിനെയും വെല്ലാൻ തല്ലിക്കൂട്ടിയ രഹസ്യാന്വേഷണ സേന, ഭാരതീയ സീക്രട്ട് സർവീസിന്റെ തലവൻ, അതിർത്തി കാക്കുന്ന ഇന്ത്യൻ ഭടന്മാർക്ക് വ്യാജ ആയുധങ്ങൾ നൽകി ശത്രുവിന്റെ മുമ്പിൽ അവഹേളിതരാക്കി അവരുടെ അന്ത്യം കുറിക്കുന്ന അന്തകൻ പൗലോസ് അച്ഛൻ, റോയ് അലക്സ്, ഇപ്പൊ ശിവറാം മൂർത്തി. എവിടെ? എനിക്ക് വേണ്ടത് അവനെയാണ്, നരേന്ദ്ര ഷെട്ടി. Get me into his frequency. Hey, Barua ji. What happened to you, Barua ji? The answer is very simple. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. Oh, it's you. Yeah. ദൈവത്തിനുള്ളത് ദൈവത്തിനും മുഹമ്മദിനുള്ളത് മുഹമ്മദിനും. എനിക്ക് നിന്നെ വേണമായിരുന്നു. നിന്റെ മൾട്ടി കോർപ്പറേഷന്റെ പവറും പൊളിറ്റിക്കൽ സ്ട്രെങ്തും ഇല്ലാതെ അന്ന് നീ പറഞ്ഞ എക്സ്ട്രാ മസിൽ പവറുമായി നിന്നെ എനിക്ക് കിട്ടണമായിരുന്നു. ആസ്ട്രിക്സ് കോമിക്സ് പോലുള്ള കുട്ടിക്കഥയിലെ വില കുറഞ്ഞ തമാശ കേൾക്കാനല്ല മുഹമ്മദ് ഞാൻ വന്നത്. എങ്കിൽ നല്ല വില കൂടിയ കഥകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇവനെപ്പോലുള്ള സർവ്വ സൈന്യാധിപന്മാരെ ഉപയോഗിച്ച് കാശ്മീറും കലാപങ്ങളും ആയുധവർഷങ്ങളും 101 ആവർത്തിച്ച് നീ കൊയ്തു കൂട്ടിയ ബില്യൺസിന്റെ കഥകൾ. യുദ്ധഫണ്ടിന്റെ കെട്ടഴിച്ചു വാങ്ങിയ AK-47 എന്ന ആയുധത്തിന് പകരം നീ ലോക്കൽ ലൈറ്റ് യന്ത്രങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത റിവേർബ് നോട്ട് ഫിക്സ് ചെയ്ത കളിത്തോക്കുകൾ മതേതരത്വവും മനുഷ്യത്വവുമുള്ള പാവം ഇന്ത്യൻ ജവാന്മാരുടെ കയ്യിൽ വെച്ചുകൊടുത്ത ചതിയുടെ കഥ. എന്നിട്ട് ആ ആയുധം ശത്രുവിന് മറിച്ചു വിൽക്കുന്ന നിന്റെ മൾട്ടിപർപ്പസ് ബിസിനസ്.
കിങ്ഡം ഓഫ് മാനിപ്പുലേഷൻ ആൻഡ് ഫെർവർ. ഷെട്ടി കോർപ്പറേഷനിലെ ഷെട്ടി എന്ന ഇൻഹ്യൂമൻ ബീസ്റ്റിന്റെ ഹിസ്റ്ററി, ദ റിയൽ ഹിസ്റ്ററി. എന്താ നിഷേധിക്കാനാവുമോ നിനക്കതൊക്കെ? യെസ്, നീ പറഞ്ഞതൊക്കെ ട്രൂ സ്റ്റോറീസ്. ഐ ആം എ ബീസ്റ്റ്, എ സിവിലൈസ്ഡ് ബീസ്റ്റ്. അങ്ങനെ സംസ്കാരം ഉണ്ടായപ്പോ ലോകത്തിന്റെ എല്ലാ മുക്കിലും സൈന്യം സിവിലിയൻ ഭരണം പിടിച്ചടക്കുന്നത് കണ്ട് ഇവിടെയും അങ്ങനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോയ ഒരു ഓട്ടോക്രാറ്റ്. I already told you that you are not a playmate for me. അതെ, you can't reach beyond my range. പിന്നെ ഈ ബറുവാജിയെ വെച്ച് എന്നെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോൾ നിന്റെ പ്ലേയിൽ നിനക്ക് ചെറിയൊരു പെശക് പറ്റി. വാക്കുകൾക്കിടയിലെ ബറുവാജിയുടെ താളം തെറ്റിയ നെഞ്ചെടുപ്പ് ഞാൻ കേട്ടു. അതുകൊണ്ട് ഒരു മുൻകരുതൽ. You see that? Oh God! Oh wait! Don't panic. നീ കാണിക്കുന്ന ആവേശത്തിന് പകരം ഈ പാവം ഗുരുമൂർത്തിയുടെ ജീവൻ കൊടുക്കുന്ന കഷ്ടമാണ്. ഷെട്ടി, നമ്മുടെ ഫോഴ്സിന്റെ പവർ ഇവനെ കാണിച്ചു കൊടുക്ക്. Kill him. ആറാം കരോ ബറുവാജി, ആറാം കരോ. 5 bullets. ഇതുകൊണ്ട് you can never break my heart. ചക്രപാണി, ഇനി അക്ഷരമറിയാത്ത എന്റെ അക്കാദമി അവാർഡ് വിന്നർക്ക് മുഹമ്മദ് സർക്കാരിനെ ജയിക്കാനുള്ള അവസരം. Come on, take him. Mohammed, no! ഓർമ്മയുണ്ടോ ഞാൻ ഒരിക്കൽ പറഞ്ഞത്? D-Day, yes, the D-Day has come. ഈ രാജ്യത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ള
ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് കൂടുതലുള്ള മുഹമ്മദ് സർക്കാർ നിനക്കും ദാ ഇവനും വിധിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ്. ടേക്ക് ഇറ്റ്.